ഓരോ അരിമണിയും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ് നിൽക്കുന്നത് വലിയങ്ങാടിയിലാണെന്ന് തോന്നുന്നു. വലിയങ്ങാടി എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് അവരുടെ വ്യാപാര മേഖലയാണ്, പ്രത്യേകിച്ച് ഹോൾസെയിലിന്. അവിടെയുള്ള കടക്കാർക്കൊക്കെ എന്താണ് പറയാനുള്ളത് ഈ വില വർധനയെ പറ്റി? തീർച്ചയായും വലിയങ്ങാടിക്കടുത്തുള്ള ഒരു RM സ്റ്റോഴ്സിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ മൊത്ത വ്യാപാര കേന്ദ്രമാണ്, ഒപ്പം തന്നെ റീറ്റെയിൽ നടക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? വില കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ നിമിഷവും എന്താ വെച്ചാൽ ഓരോരോ ടൈമും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് 2 രൂപ, 3 രൂപ, 5 രൂപ ഇങ്ങനെ കൂടിക്കൊണ്ടിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഏറ്റവും കൂടി നിൽക്കുന്നത് കുഞ്ഞി ഐറ്റങ്ങളാണ് കൂടുതൽ. വ്യത്യാസമുണ്ട്. ഒരു 10 രൂപേൻ്റെ അടുത്ത് ഇപ്പോൾ വ്യത്യാസമായി വന്നു. ഇപ്പം വരുന്നത് പൊന്നി 57-60 രൂപയോളം വരുന്നുണ്ട്. പിന്നെ 60, 65 ഉൾപ്രദേശങ്ങൾ റൂറലിലേക്ക് പോകുമ്പോൾ ഇനി അത് കൂടുതലല്ലോ. ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് അവിടേക്ക് ഒരു ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളും വരുമ്പോൾ കൂടുതലല്ലോ. മട്ട സാധാരണ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, ഈ കുറുവ അരിയാണല്ലോ കൂടുതൽ കുറുവയാണ് ഇവിടെ പോകുന്നത്. വില കൂടിയിട്ടുണ്ട്. അപ്പോൾ 45 മുതൽ മേലോട്ടാണുള്ളത്. 45, 55. എന്താണ് ഈ സാധനം വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ ഒരു റിയാക്ഷൻ? എന്ത് ചെയ്യാനാ, അവരെ ഗതികേടില്ല, തന്നെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ആശ്വാസത്തിന് വഴിയുണ്ടോ ഇനി വരുന്നത്? ഇനി കുറയാനൊരു സ്കോപ്പ് കാണുന്നില്ല, കൂടാനേ സ്കോപ്പുള്ളൂ. ആളുകൾ ചോറ് ഒഴിവാക്കി വേറെ എന്തിലേക്കും അതിപ്പോൾ ചോറ് കഴിക്കുന്നവർ ചോറ് ഇന്നല്ലേ കഴിക്കുക. മലയാളികൾക്ക് ചോറ് വിട്ട് കളിയില്ലല്ലോ. ഇനിയിപ്പോൾ എത്ര വിലയായാലും അവരത് വാങ്ങും. പിന്നെ അതാണ് മൊത്തത്തിലല്ല, പയറുവർഗ്ഗങ്ങളൊക്കെ തന്നെ നല്ല ഇതാണ്. ഈ വിളവെടുപ്പ് അത് ഇപ്പോൾ ഓരോരോ കാരണങ്ങൾ. ഇപ്പോൾ എന്താ വെച്ചാൽ സീസണിനനുസരിച്ച് വിരുദ്ധത്തിനനുസരിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടൊക്കെ കുറച്ച് വിരുദ്ധ കമ്മിയാണ്, സാധനം വരുന്നില്ല, കുറച്ചേ വരുന്നുള്ളൂ. പിന്നെ എന്താണ് സീസണാണ്, ഇപ്പോൾ കല്യാണ സീസണും കാര്യങ്ങളാണ്. കല്യാണ സീസൺ ആകുമ്പം കൂടുതൽ ഈ പൊന്നി കൂടുതലായിട്ട് കല്യാണത്തിന് ഉപയോഗിക്കും. ഇപ്പോൾ അധികം പൊന്നിയാണ് ഇവിടെ അധികം ഉപയോഗിക്കുന്നുണ്ട്. കല്യാണത്തിനൊക്കെ ഇപ്പോൾ അധികം പൊന്നികൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും വയറ്റത്തടിയാവും. പിന്നെ ആളുകൾ വില കുറഞ്ഞ അരിയിലേക്കൊക്കെ എന്നാലും പോകുന്നില്ല. അവർക്ക് നല്ല അരി, ഏറ്റവും നല്ല അരി കിട്ടണം. പിന്നെ എന്താ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. ഇതിപ്പോൾ കുറച്ചാണ് അരി ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അരി ഭക്ഷണം കുറച്ചേ കഴിക്കുന്നുള്ളൂ. അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അരി പതുക്കെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. പഴയ ആളുകൾക്കാണ് ഒരു 40+ ആളുകൾ അരി പ്രാധാന്യമുള്ളത്. അപ്പം നമുക്കൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. തീർച്ചയായും അരി അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്കൊന്ന് പുതിയ സ്റ്റോക്ക് വരുന്നതിന് ഇനിയിപ്പം ചിലപ്പോൾ സ്റ്റോക്ക് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ പഴയ സ്റ്റോക്കിനെക്കാട്ടും പിറ്റേത് മറ്റേ പർച്ചേസ് ചെയ്യുമ്പോൾ 2 രൂപ, 3 രൂപ അങ്ങനെ കൂടിയിട്ടാണ്. എന്തായിരിക്കും അറിയില്ല. എന്തായാലും നല്ല 50 രൂപ, 60 രൂപേൻ്റെ മുകളിലേക്ക് കയറും തന്നെ. ഇപ്പോൾ 45 മുതലാണ്, 44 മുതലാണുള്ളത്. ഓർഡർ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വില എന്നൊരു ആശങ്ക? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് പർച്ചേസിങ് ഓർഡർ കൊടുക്കുമ്പോൾ അന്നത്തെ വില അവരെന്താ പറയുന്നത് അത് തന്നെ, അവർ പറയുന്ന വില തന്നെ. അതൊന്നും വേറെ ഒന്നും അതിൽ ഇല്ല. ഓക്കെ, ആദ്യം തന്നെയാണ് അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഓർഡർ എടുക്കുന്ന സമയത്ത് അടുത്തത് എന്തായിരിക്കും വില എന്നൊരു ആശങ്ക വ്യാപാരികൾക്കും ആ രീതിയിൽ ഉണ്ടാകുന്നു. അതായത് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറയുമെന്ന പ്രതീക്ഷയൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ആളുകൾ ഈ കൂടിയ വില കൊടുത്ത് അരി വാങ്ങേണ്ട അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലാണ്. കാരണം അരി മലയാളിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖ്യ ഭക്ഷണമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കുറേ കാലങ്ങളായുണ്ട്. അതുകൊണ്ട് തന്നെ അരി വിട്ട് കളിയില്ല. പക്ഷേ കൂടിയ വില കൊടുത്ത് കീശകാലിയായി അരി വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് മലയാളികൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്.